എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഫ്രൈഡേയിൽ നിഫ്റ്റി പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ജസ്റ്റ് ഒരു പ്ലസ്സിൽ ഓപ്പണായി, പിന്നെ വൺ സൈഡ് താഴോട്ടായിരുന്നു മൂവ്മെൻറ്റ്. ഇവിടെ നോക്കിയാൽ അറിയാം, ചെറുതായിട്ടൊന്ന് പ്ലസ് വന്നതിന് ശേഷം പിന്നെ CPR ലെവലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സൈഡ് വൈസ് മൂവ്മെൻറ്റാണ് മൊത്തം കൊടുത്തത്. CPRനുള്ളിൽ തന്നെ നിന്ന് ട്രേഡ് ആകുമായിരുന്നു. പക്ഷെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. 400 ഏകദേശം 500 പോയിൻ്റോളം നിഫ്റ്റി കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇറക്കം നമുക്ക് ഒരു കുറഞ്ഞത് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പകുതിയെങ്കിലും ഇറങ്ങി വരും. ആ ഒരു മൂവ്മെൻറ്റേ ഇവിടെ നടന്നിട്ടുള്ളൂ. നമുക്ക് ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഡേ ചാർട്ടിൽ ഇത് വ്യാഴാഴ്ചത്തെ ക്യാൻഡിലാണ്, വ്യാഴാഴ്ചത്തെ ഫുൾ മൂവ്മെൻറ്റ് ക്യാൻഡിൽ. അതിൻ്റെ ഒരു ഏകദേശം പകുതിയോളം വന്നു. ഞാൻ മെയിൻ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് വരച്ച് വെച്ചിരുന്ന ഈ ഒരു ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം തിരിച്ച് വീണ്ടും കയറിപ്പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ചെറിയ കയറിപ്പോവുക അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻറ്റോ നടത്തും, അല്ലാതെ ഹെവി ആയിട്ട് പെട്ടെന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ മൊത്തത്തിൽ വീക്കാണ് മാർക്കറ്റ്, മൊത്തത്തിൽ വീക്കാണ്. പിന്നെ ഈ ബഡ്ജറ്റിൻ്റെ ടൈമിലേക്ക് ചിലപ്പോൾ ഒന്ന് കയറി വരാം. ആ ഒരു റേഞ്ച് വരികയാണെങ്കിൽ 24,600, 24,700, മാക്സിമം ഒരു 25,000 ആ റേഞ്ചിലോട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ചിലപ്പോൾ വരാം. ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അത് ബഡ്ജറ്റിനോട് അടുക്കും തോറും ആ റേഞ്ചിലോട്ട് വരികയും അതിന് ശേഷം ബഡ്ജറ്റിന് ശേഷം തിരിച്ചിറങ്ങുകയും ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റി നല്ല വീക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റി തലേ ദിവസത്തെ ഫുൾ മൂവ്മെൻറ്റ് അപ്പ് മൂവ്മെൻറ്റ് മുഴുവനും കളഞ്ഞു ഇന്നലെ. അപ്പോൾ മിനിഞ്ഞാന്നത്തെ വ്യാഴാഴ്ചത്തെ ക്ലോസിങ്ങിനെക്കാട്ടിൽ വ്യാഴാഴ്ചത്തെ എത്രയും പിന്നെ അപ്പിൽ പോയി അതിനെക്കാട്ടി കൂടുതൽ താഴെ ഇറങ്ങിപ്പോയി. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നല്ല രീതിയിൽ വീക്ക്നെസ് കാണിച്ചത്. ഞാനെപ്പോഴും പറയുന്ന പോലെ ഒന്നുകിൽ ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം 50,000 താഴെ പോയാലൊരു കയറ്റം കിട്ടും. അതല്ല എങ്കിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും വരുമ്പോൾ സെല്ലിങ് വരും. ചിലപ്പോൾ ഇതിന് ഹൈ അടിക്കുന്നതിനും ഏകദേശം അടുത്തടുത്താണ്. 13,000 പോയിന്റ് എന്ന് പറയുന്നത് വലിയ ഇതൊന്നുമല്ല. 2-3 ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. മൊത്തത്തിൽ വീക്കാണ് മാർക്കറ്റ്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബഡ്ജറ്റിന് മുന്നേ മാർക്കറ്റ് ഒരു റാലി തന്നെങ്കിൽ നമ്മുടെ നിഫ്റ്റി വന്നിട്ട് ഒരു 24,700 തൊട്ട് 25,000 വരെ പോകാം. അത്രയും മാത്രം ശ്രദ്ധിക്കുക. റേഞ്ച് വന്നാൽ സെല്ലിങ് വരും മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളല്ല. ഇതിനകത്ത് കുറേ ഷെയറുകൾ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 1-2 ഷെയർ നോക്കാം. നമുക്ക് ഇപ്പോൾ താജ് GVKക്കകത്തുണ്ടായിരുന്നു. താജ് GVKക്കകത്ത് ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് 449 അടിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോന്നു. 49 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി പുതിയ ഹൈ അടിച്ചു ഇറങ്ങി. അപ്പോൾ ഇവിടെ പുതിയ ഹൈ അടിച്ച് 49 വീണ്ടും അത് 45 ചെറിയ പ്രോഫിറ്റാണ് കൊടുക്കുന്നത്. വീണ്ടും പോയി പുതിയ ഹൈ അടിക്കുന്നു, വീണ്ടും ഇറങ്ങി 49 വീണ്ടും അത് 42. 2-3 പ്രാവശ്യം കുഴപ്പമില്ലാത്ത എൻട്രി എടുക്കായിരുന്നു. ഇതിനകത്ത് ചാൻസ് ഇല്ല. തൻലായിക്കകത്തും ചാൻസ് ഇല്ല. ഓപ്പണിങ് ഡൗണാണ്. തൻലാക്ക് ഞാൻ ആവറേജ് വന്നാൽ ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞ, പക്ഷേങ്കിൽ ആവറേജിലൊന്നും വന്നില്ല. KECയിൽ ഓപ്പണിങ് ഡൗൺ ഓപ്പണിങ് അതിന് ശേഷം ഈ റേഞ്ച് വന്നിട്ട് ചെറിയ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വലിയ മൂവ്മെൻറ്റ് തരുന്നില്ല. 96 എന്നത് 95. ഇതിനകത്തൊന്നും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. ഈ 2ാം പ്രാവശ്യം പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് 96 എടുത്താലും നമുക്ക് 93 രൂപ കിട്ടുന്നുണ്ട്. ബജാജ് ഹെൽത്ത് കെയറിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. ബജാജ് ഹെൽത്ത് കെയർ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ കയറിപ്പോയി. വൺ സൈഡ് മൂവ്മെൻറ്റ് പ്രീവിയസ് ഡേ R1 പ്രീവിയസ് ഡേ ഹൈ, R2 പോയിട്ട്
ഈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് 645 വരെ എൻട്രി എടുത്താൽ നമുക്ക് 623 20 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ മഹാസിമിലസിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ, രണ്ടാം ക്യാൻഡിൽ പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചിട്ട് ഇറങ്ങി. നമുക്ക് അപ്പം 757 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ക്ലീൻ സയൻസും ഡൗൺ ആയിരുന്നു. സെഞ്ചുറി പ്ലൈ ചാൻസ് ഇല്ല. മിൻഡ കോർപ്പിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. മിൻഡ കോർപ്പ് ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, R1 മുകളിൽ പോയി, എന്നിട്ട് തിരിച്ചിറങ്ങി. എന്നിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 512 രൂപ പ്രോഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ തിരിച്ച് വീണ്ടും കയറി ഹൈ അടിക്കും. ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നു നോക്കും. ഇല്ല, പോയില്ല. തിരിച്ച് വീണ്ടും പഴയ ലെവൽ തന്നെ ഇറങ്ങി. അപ്പോൾ വീണ്ടും നമ്മൾ ആ 2 രൂപ ലോസ് ബുക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഇവിടെ എൻട്രി ചെയ്യുക. 519 എൻട്രി ചെയ്താൽ നമുക്ക് 504 വരെ വരുന്നുണ്ട്. ഏകദേശം 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ചാൻസ് ഇല്ല. സിർമയ്ക്കകത്ത് ചാൻസ് വരുന്നുണ്ട്. സിർമ ഓപ്പണിങ് ഹൈ വന്നു, R1 മുകളിൽ പോയിട്ട് R1 കട്ട് ചെയ്താൽ 632 നമുക്ക് 628 4 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം അത് പുതിയ ഹൈ അടിക്കും. പുതിയ ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നു നോക്കുക. അടുത്ത ലെവലിൽ പോയി, അതിൻ്റെ അടുത്ത ലെവലിൽ പോയില്ല. തിരിച്ചിവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്ത് 634 എൻട്രി എടുത്താൽ 623 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. ഗബ്രിയലിനകത്ത് ചാൻസ് ഇല്ല. വിഗാർഡ് ചാൻസ് ഇല്ല. ബൂസ്റ്ററിനകത്തും ചാൻസ് ഇല്ല. ചെറിയ ചാൻസ്, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് പോവും. ഗോ ഡിജിറ്റ് ഇൻ്റലക്റ്റിനകത്ത് ചാൻസ് ഉണ്ട്. വൺ സൈഡ് മൂവ്മെൻറ്റ് പോയി. R1 പ്രീവിയസ് ഡേ ഹൈ, R2 മുകളിൽ പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 998 എടുത്താൽ നമുക്ക് 969 നല്ല പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് ഇന്ന് ചാൻസ് തന്ന ഷെയറുകളെ നമുക്കിപ്പോൾ നമ്മൾ മൺഡേയിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. ഇത്രയും ഷെയറുകളും വെച്ചിട്ടുണ്ട്. ഈ ചെറിയ മൂവ്മെൻ്റ് ഇല്ലാത്ത ഷെയറുകൾ, ഇത് മൂവ്മെൻ്റ് ഉള്ള ഷെയറാണ്, പക്ഷേ വീക്കായി. അതുകൊണ്ടാണ് ഈ ഷെയർ എടുത്തിട്ടേക്കുന്നത്, ഈ ഷെയറുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ എൻഡുറൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഷെയറിൻ്റെ ആവറേജ് 2195 നമുക്കിതിനകത്ത് നോക്കേണ്ടത് ഈ ലെവല് ഈ 2238 40 റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ദേവയാനിയും പിന്നെ ഇതുണ്ടല്ല R1 ഹൈയും തമ്മിൽ ഏകദേശം 1.5 രൂപയുടെ വ്യത്യാസമില്ല. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. തെർമാക്സ് വന്നിട്ട് R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല എങ്കിൽ നോക്കുക, ഇപ്പം CPRൻ്റെ ഹയർ ലെവലിൽ പോയിട്ട് ഇറങ്ങിയാലും ചാൻസ് എടുക്കാം. പക്ഷേ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. സഫയർ ഫുഡ് ഈ ആവറേജ് റേഞ്ചിൽ ചാൻസ് കിട്ടുമെങ്കിൽ എടുക്കുക. സഫയർ ഫുഡ്, ക്വസ്റ്റ് കോർപ്പറേഷൻ ഹൈയോ R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ദാനി സർവീസ് ഇതെനിക്ക് തോന്നുന്നു നാളെ ചിലപ്പം നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. ഇന്ന് വെള്ളിയാഴ്ച വലിയ ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമുക്ക് പക്ഷേ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. ഈ ഷെയർ ശ്രദ്ധിക്കുക. ദാനി സർവീസ്, ജൂബിലൻ എൻഗ്രേവിയ എന്ന് പറയുന്ന ഷെയർ R2 ലെവലിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. ശ്യാം മെറ്റൽ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ജസ്റ്റ് ഡയൽ R2 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഡയൽ വിജയ വന്നിട്ട് 1265 R1 എന്ന് ചാൻസ് കിട്ടിയാൽ എടുക്കാം. R2 എന്ന് കിട്ടിയാലും നല്ലതായിരിക്കും നമുക്ക്. ലോയിഡ്സ് മെറ്റൽ R1 റേഞ്ചിന് മുകളിൽ, അതായത് 1500 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ R1 റേഞ്ചിന് താഴെ വന്നാൽ ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടും. സ്പെൻസറിനകത്ത് ഹൈയോ R1 അതല്ല R2 എന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. എസ്റ്റർ എന്ന് പറഞ്ഞ ഷെയർ
178. R1 നിന്നും ഏത് ലെവലിൽ പോയിട്ട് ഫസ്റ്റ് റിവേഴ്സാണ് അവിടെ നിന്ന് ചാൻസ് എടുക്കാം. ലോയ്ഡ്സ് എഞ്ചിനീയറിങ് R1 R2 ഈ റേഞ്ച് നോക്കുക. അപ്പോളോ മൈക്രോ സിസ്റ്റം R2 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം ഈ ഷെയറിനകത്ത്. R1 ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. DayVit എന്ന് പറയുന്ന ഷെയർ R1 R2 റേഞ്ചിൽ നിന്ന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. ITDC R1 എന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതല്ല പ്രീവിയസ് ഡേ ഹൈ എന്ന് തന്നെ കിട്ടുന്നെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. സരിഗമ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ R1 പോയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ITI വന്നിട്ട് ഈ R2 റേഞ്ച് പോയിട്ട് വരുവാണെങ്കിൽ നല്ല ചാൻസാണ്. അതല്ല R1 എന്ന് കിട്ടുവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനകത്ത് ചാൻസ് എടുക്കാം. അസ്റ്റെക് ലൈഫ് എന്ന് പറയുന്ന ഷെയറിനകത്ത് R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. തിങ്കളാഴ്ച ഒത്തിരി ഷെയറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു 6 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. നമ്മളത് നോക്കിയെടുക്കുക. ട്രേഡിങ് ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, അതിൽ നോക്കുക. അപ്പോൾ എല്ലാവർക്കും മണ്ടയിൽ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.